പാനൂരിലെ UDF പ്രവർത്തകർ ആക്രമിക്കുകയുണ്ടായി. CPM പ്രവർത്തകർ വടിവാളുമായി മുഖംമൂടി ധരിച്ച് ആക്രമണം അടക്കം ഉണ്ടായില്ല. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് പങ്കുവച്ച ശേഷം ഞാൻ ഇംതിയാസിലേക്ക് വരുന്നു. ഇംതിയാസ്, വടിവാളുമായി ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, അതിക്രമിച്ചു കയറുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖം മറച്ചു കെട്ടിയിട്ടുണ്ട് ചുവന്ന തുണി കൊണ്ട്. ഇനി മേലിൽ ജയിക്കുമോടാ എന്ന് ചോദിച്ചായിരുന്നു ഈ ആക്രമം. ഇതിന്റെ ഔചിത്യം മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഈ തോറ്റു കഴിഞ്ഞാൽ വടിവാലെടുത്തല്ല പെരുമാറേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം തോറ്റു കഴിഞ്ഞാൽ എന്തുമാവാം എന്ന ഒരു സ്വഭാവം അത് രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതല്ല പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും ഉണ്ടാവേണ്ടതല്ല. ഇന്നലെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് എന്ന് പറയും പോലെ ആയിപ്പോയി അല്ലേ? തീർച്ചയായിട്ടും അതായത് പാനൂരിൽ ഇന്നലെ UDF അവരുടെ വിജയാഹ്ലാദ പ്രകടനമൊക്കെ നടത്തി വരികയായിരുന്നു. ടൗൺ കേന്ദ്രീകരിച്ചും ഒക്കെ വിജയാഹ്ലാദ പ്രകടനമുണ്ടായിരുന്നു. ആ സമയത്താണ് മുഖം മൂടി ധരിച്ച് കറുത്ത വസ്ത്രമണിഞ്ഞ് ഒരു കൂട്ടർ അങ്ങോട്ടേക്ക് എത്തിയത്. CPM പ്രവർത്തകരാണ് എന്നാണ് അവിടെയുള്ള UDF പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും ഒക്കെ പറയുന്നത്. അവിടെയുള്ള ചില ലീഗ് പ്രവർത്തകരുടെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു ആദ്യഘട്ടത്തിൽ എറിഞ്ഞു. പിന്നീട് അവരുടെ ഒരു അക്രമ അന്തരീക്ഷം സൃഷ്ടിച്ചു. അതിനുശേഷമാണ് വടിവാളുമായിട്ട് പിന്നീട് ഒരു സംഘം അവിടെ എത്തുകയും ചെയ്തത്. ഇന്നലെ അവിടെ ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ പോലീസിന് വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ പോലീസിനെ അവിടെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അവിടെ പോലീസ് സംരക്ഷണയിൽ കാര്യങ്ങൾ പോവുകയും ചെയ്തു. പക്ഷെ അവിടെ വീട്ടിലേക്കടക്കം ലീഗ് പ്രവർത്തകരുടെ വീട്ടിലേക്കടക്കം ആ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. ആ രീതിയിൽ അവിടെ ഒരു കൂട്ടം പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ അവിടെ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണവും നടത്തി വരികയാണ്.